ഇപ്പൊ മനസ്സിലായി, മാധവി ചേച്ചിയുടെ മോളല്ലേ അല്ലേ സിന്ധു? അതെ അതെ രഘുവേട്ട. അപ്പൊ രഘുവേട്ടന് എന്റെ പേര് പോലും ഓർമ്മയുണ്ടല്ലേ? അത് പിന്നെ ഓർമ്മയില്ലാതിരിക്കോ? ഹോസ്പിറ്റലിൽ എമർജൻസി ആയിരുന്നില്ലേ? ഒരു 20 തവണയെങ്കിലും സിസ്റ്റർമാരെ സിന്ധുവിന്റെ കൂടെ ആരാ വന്നേന്ന് ചോദിച്ചോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ആളാണല്ലോ ഇവൻ. മോന്റെ പേരെന്താ? രഘുനന്ദൻ. അന്നനോട് സിന്ധു പറഞ്ഞിരുന്നു രഘുവേട്ട, രഘുവേട്ടന്റെ കരുണ കൊണ്ടുണ്ടായ മോനായതുകൊണ്ടാ രഘുനന്ദൻ എന്ന് പേരിട്ടതെന്ന്. അല്ല, മാധവ ചേച്ചിക്ക് സുഖമല്ലേ സിന്ധു? കുഴപ്പമില്ല രഘുവേട്ട. അല്ല, സിന്ധു ഒരു ഹസ്ബൻഡ് ഇപ്പൊ എവിടെയാ? അന്ന് സ്ഥലത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞു? അതെ, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ. എപ്പോഴെങ്കിലും വന്നാ വന്നു, അത്രേ ഉള്ളൂ. ആ, ലച്ചുമോളെ നഴ്സറിയിൽ ചേർത്തോ ചേച്ചി? ആ, ഇന്നോ നാളെയോ കൊണ്ടുപോയി ചേർക്കണം. ആഹാ, എന്റെ വീടിനടുത്തുള്ള നഴ്സറിയിൽ ചേർത്തോ ചേച്ചി? ഞാനവിടെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ലച്ചുമോളെ ഞാൻ പ്രത്യേകം കെയർ ചെയ്തോളാം. അവിടെ അവർക്കൊരു കുട്ടിയും കിട്ടുമല്ലോ. രഘുവേട്ട, രഘുവേട്ടന് ഇവരുടെ സ്ഥലമൊക്കെ അറിയാവുന്നതല്ലേ? സിന്ധു പിന്നെ മോളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുമല്ലോ. അവിടെ ആക്കാമോ? ശരിയാ, പക്ഷെ നമ്മൾ ചിലപ്പോ സിറ്റിയിലേക്ക് മാറുമ്പില്ലേ. അപ്പൊ പിന്നെ മോളെ അവിടെ എവിടെയെങ്കിലും ചേർക്കുന്നതായിരിക്കില്ലേ നല്ലത്? സിന്ധു, എന്റെ ബിസിനസ്സേ അങ്ങ് ടൗണിലാ. അപ്പോ ഇവരെയും കൊണ്ട് അങ്ങോട്ട് മാറണമെന്നാ എന്റെ ആഗ്രഹം. മിക്കവാറും ഈ മാസം തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകും. ആണോ? എങ്കിൽ പിന്നെ മോളെ ഇവിടെ ചേർത്തിട്ട് കാര്യമില്ല. എന്തായാലും ലച്ചുമോള് പഠിച്ച് മിടുക്കിയായിട്ട് വരട്ടെ. ലച്ചു, അപ്പൊ കാണാം. പിന്നെ അമ്മയുടെ അന്വേഷണം പറഞ്ഞേക്കണേ. ശരി രഘുവേട്ട. പോയിട്ട് വരാം സിന്ധു. അയ്യോ, അച്ഛന്റെ മീശ. മോനെ, ടാറ്റാ. ഞാനേ വീട്ടിൽ പോയിട്ട് പിരിച്ചു കാണിക്കാം. പോരെ? ശരി. ചായ എന്നാ? സ്വസ്ഥമായിട്ട് ഞാൻ ഇരുന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാ, രാവിലെ തന്നെ അതും ഇല്ലണ്ടായി. ഇനി എത്ര കാലം ഈ ദുർബോധം ഇവിടെ കാണുമോ എന്തോ. അമ്മ ഇവിടെ ഇരുന്നു, ഞാൻ മാറിയിരിക്കാം. നീ അവിടെ ഇരിക്കുന്നില്ല. നീ സ്ഥലം ഒഴിഞ്ഞു എന്നാൽ ഈ ശല്യം മാറിക്കിട്ടില്ലല്ലോ. ഓ, ചുമക്കുന്നത് കണ്ടില്ലേ? ഇയാളെ വല്ല ക്ഷയരോഗ ആശുപത്രിയിലും കൊണ്ട് ഇട്ടാലോ ഇന്ദിര? പൊയ്ക്കോളെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇന്നലെ. ആരാ പിടിച്ചു നിർത്തിയ? ഓ, ഞാൻ തന്നെ. അതിന്റെ കാരണവും ഞാൻ പറഞ്ഞല്ലോ. ഇയാക്കേ ഇവിടെ ഇടം കൊടുത്തിരിക്കുന്നത് ഇവിടെ കിടന്ന് ചാവാനല്ല. രോഗികൾ കിടക്കേണ്ടത് ആശുപത്രിയില്ല. നീയേ എവിടെയെങ്കിലും ഒരു ധർമാശുപത്രി നോക്കി വെക്കാൻ നിദ്ര. ഒരു വണ്ടി കയറ്റി നമുക്ക് അങ്ങോട്ട് പറഞ്ഞുവിടാം. ഓ, ഇയാള് കാരണം അറപ്പില്ലാതെ ആഹാരം പോലും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓ ഭഗവാനെ, പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണേ. എടാ, നീ എന്തെങ്കിലും ഒരു പരിഹാരം പറ. ഞാൻ എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? എന്താ വേണ്ടെന്ന് അമ്മ പറ, ഞാൻ അതുപോലെ ചെയ്യാം. എന്നെ കൊണ്ട് അതേ പറ്റൂ. എടാ എടാ ഞാൻ പറയും.
എന്റെ ദൈവമേ, ശ്ശേ. ദേ, വെറുതെ മനുഷ്യനെ